കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വസുവിനെ എന്തിനാ അഭി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഭാവനെ, അതും ഈ നേരത്ത്? അതാ എനിക്കും മനസ്സിലാവാത്തത്. സർപ്രൈസ് ആയിട്ടുണ്ട്. ഞാനാ ഫാസ്റ്റ് എന്ന് വിചാരിച്ചേ. ആ ബേട്ടൻ എന്നെക്കാളും ഫാസ്റ്റ് ആണല്ലോ ഏട്ടാ. നിന്നെക്കാളോ? എന്നെക്കാളും ഫാസ്റ്റ് ആയിരിക്കടാ അവൻ. ഏട്ടൻ ഫാസ്റ്റാ? എന്താ, ഞാൻ ഫാസ്റ്റ് അല്ലേ? ഏട്ടൻ ആമയാ, അല്ലാതെ മൊയിലൊന്നും അല്ല. അതിന് ഞാൻ അത്രയ്ക്ക് സ്ലോ ഒന്നും അല്ലടാ. ഏട്ടന്റെ വേഗം കണക്ക് നോക്കുന്ന കാണുമ്പോ മനസ്സിലാവും. എന്നെ നാണം കെടുത്തല്ലേ? മാത്രമല്ല, എന്നെ പറ്റി എന്തിനാ സംസാരിക്കുന്നേ? അഭിയെ വസുവിനെ പറ്റിയല്ലേ സംസാരിക്കണ്ടേ? നിങ്ങളത് അറേഞ്ച് മാരേജ്, എന്റേത് ലവ് മാരേജ്. അഭി ഏട്ടനേത് സെക്കൻഡ് മാരേജ്. കല്യാണത്തിന് മുന്നേ നിങ്ങൾ ഫാസ്റ്റ് അല്ലായിരുന്നു, പ്രണയിക്കുന്ന ഞങ്ങളും ഫാസ്റ്റ് അല്ല. അഭിയേട്ടനും വസു ഏട്ടത്തിയുടെ കൂടെ കാർ റൈഡിങ്ങിന് പോവെന്ന് വെച്ചാ അഭിയേട്ടൻ സ്വയം മാറിയതാണോ അതോ ഏട്ടത്തി മാറ്റിയതാണോ? എങ്ങനെ ആയിരുന്നാലും എന്താകില്ലേ, കല്യാണത്തിന് മുമ്പ് അവർ പരസ്പരം ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചു. ഇപ്പൊ ജോഡിയായിട്ട് അവര് തന്നെ കറങ്ങുമല്ലേ. അതെ അതെ, ഇന്ന് വസു നമ്മുടെ വീട്ടില് 100-ന് 100 മാർക്ക് വാങ്ങി. അച്ഛൻ ഒരുപാട് ഇംപ്രസ് ആയിട്ടുണ്ട് കേട്ടോ. അതിന് കാരണം ഞാനാണ് സാർ. നിങ്ങൾ എന്താ ചെയ്ത ബോബി? നമ്മളെ സാറിനെയും മാഡത്തിനെയും നഴ്സറിയിലേക്ക് ഒരുമിച്ച് പറഞ്ഞേക്കാൻ പദ്ധതി ഇട്ടതേ ഞാനാ. നീ ഈ ജോലിയൊക്കെ ചെയ്യോ ബോബി? ഞാൻ ഇവിടത്തെ ചോറല്ലേ കഴിക്കുന്നത്. ഈ ഒരു ഉപകാരമെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് ദഹിക്കില്ലല്ലോ. ബോബി നല്ല കാര്യമാ ചെയ്തത്. ഈ നല്ല കാര്യത്തിന് പ്രൈസ് പണിയൊന്നും ഇല്ലേ മാഡം? എന്ത് വേണം ബോബി? ശമ്പളം കൂട്ടിയാ മതി. നോക്കിയേ, വേണമെങ്കിൽ 10-50 ഒക്കെ വാങ്ങിച്ചോ. അതല്ലാതെ ശമ്പളം കൂട്ടണോന്ന് പറഞ്ഞ് വന്നാണ്ടല്ലോ, ഉള്ളതും കൂടെ ഞാൻ കട്ടി. ഇത്രയും വലിയ കാര്യം ചെയ്തതിന് 10-50 തരാന്നോ? നിങ്ങൾ ഇത്രയും വലിയ പിശുക്കനാവരുത് സാർ. എനിക്ക് വേണമെങ്കിൽ തെറ്റു പറ്റാം, പക്ഷെ എന്റെ കണക്ക് തെറ്റില്ല. ബോബിയുടെ ശമ്പളം കൂട്ടുന്നതിനെ കുറിച്ച് ഞാൻ അച്ഛനോട് സംസാരിക്കാം. ഞാൻ വെറുതെ പറഞ്ഞതാ മാഡം. അഭി സാറും മാഡവും നന്നായിരിക്കണം. എനിക്കെന്തിനാ ശമ്പളം? ബോബി, നിങ്ങൾ കാരണം ഞങ്ങൾ എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. താങ്ക് യു. താങ്ക്സ് ഒക്കെ എന്തിനാ അനിയ? എല്ലാം ഈശ്വരാനുഗ്രഹം. നിങ്ങളും ഈ കുടുംബവും സന്തോഷമായിരുന്ന ഞാനും എന്റെ കുടുംബവും സന്തോഷമായിരിക്കും. അതൊക്കെ ശരി. അവരെ നഴ്സറിയിൽ അയക്കാന്നുള്ള ഐഡിയ തനിക്ക് എങ്ങനെ കിട്ടി? ആ സമയത്ത് അങ്ങനെ തോന്നി, അങ്ങ് ചെയ്തു. ഓ, അബീട്ടനൊന്നും പറഞ്ഞില്ലേ? വസു എങ്ങനെ സമ്മതിച്ചത്? അവർക്ക് ആലോചിക്കാനുള്ള സമയം കൊടുത്തിട്ട് വേണ്ടേ? അപ്പോഴേക്ക് ഞാൻ അവിടെ നിന്ന് സ്കൂട്ടി എടുത്ത് സ്ഥലം വിട്ടില്ലേ. ഹലോ, എന്തൊക്കെയുണ്ട്? എപ്പോ? അതെയോ? അത് ശരി, നല്ല വാർത്തയാണല്ലോ പറഞ്ഞത്. എന്ന് വെക്കുന്നേ. അതെ ചേട്ടാ, ഏട്ടത്തി, ഭാസ്കർ, ഭാവന, അഭി, എല്ലാരും ഒന്ന് വന്നേ. എന്താ ജയന്തി വിളിച്ചു പോകുന്നേ? ആരെപ്പോ ഫോൺ ചെയ്ത്? അതെ ഏട്ടാ, GR സ്വാമി വരാൻ പോവത്രേ. വീട്ടിലേക്ക് വരുന്നെന്ന് ഇപ്പൊ വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. സ്വാമിയാണോ വരുന്നത്? ഞാൻ വിചാരിച്ച എന്നെ പെണ്ണ് കാണാൻ ആരെങ്കിലും വരികയായിരിക്കുന്നു. സ്വാമിയെ കണ്ടിട്ട് 4 വർഷം ആവാൻ പോകുന്നു. അത് കഴിഞ്ഞ് ഇപ്പഴല്ലേമേ വരുന്നേ? അതെ മോനെ, വേറെ എന്തോ ആവശ്യത്തിന് നാട്ടിൽ വന്നതാ. ഇങ്ങോട്ടേക്ക് വരികയാണെന്ന് കൃഷ്ണനെ ഫോൺ ചെയ്ത് പറഞ്ഞു. സ്വാമിജി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാമേ. മഹാത്മാക്കൾ വെറുതെ വരില്ല. അവർ വരികയാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അദ്ദേഹം എന്തിനു വന്നാലും നല്ല സമയത്താ വരുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോവൂ. പെട്ടെന്ന് വീടെല്ലാം വൃത്തിയാക്കണം. സ്വാമിജിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം വേഗം റെഡിയാക്കണം. അദ്ദേഹം എത്തിയാൽ ഉടൻ തന്നെ അനുഗ്രഹം വാങ്ങുകയും വേണം. എനിക്ക് കയ്യും കാലൊന്നും അനങ്ങുന്നില്ല. സ്വാമിജി എത്താനായിട്ട് ഇനി അധികം നേരമൊന്നുമില്ല. ഒരുപാട് ജോലിയുണ്ട്. ടെൻഷൻ ആവണ്ട അമ്മേ, സ്വാമി വരുന്നതിന് മുന്നേ എല്ലാ ജോലിയും തീർത്തിരിക്കും. ഇത്ര വർഷങ്ങൾക്ക് ശേഷം സ്വാമി എന്തിനായിരിക്കും ഏട്ടത്തി വരുന്നത്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ വരുന്നത്. എന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, കുറെ സംശയങ്ങളും ഉണ്ട്. അതിനെല്ലാം സ്വാമിയുടെ അടുത്തുനിന്നേ ശരിയായ പരിഹാരം ഉണ്ടാവൂ. ഏട്ടത്തി, വേഗം എല്ലാം വൃത്തിയാക്ക്. ഏട്ടത്തിക്ക് ഗുണമുള്ള എന്തൊക്കെ കാര്യം ഞാൻ പറയുന്നുണ്ട്. അവസാനം വേലക്കാര് ചെയ്യുന്ന ജോലിയൊക്കെ എന്നെ ഏൽപ്പിക്കുക. ഇത്തിരി പോലും നന്ദി സ്നേഹം ഇല്ലാത്തൊരു ഏടത്തി. ഭാവനെ, സ്വാമിക്കുള്ള ഭക്ഷണം ഉണ്ടാക്ക്. ശരി അമ്മേ.
അഖിൽ, നീ മാർക്കറ്റിൽ പോയിട്ട് ആവശ്യമുള്ള പഴങ്ങളും പൂവും ഒക്കെ വാങ്ങിയിട്ട് വാ. കുറച്ച് സ്വീറ്റ്സ് കൂടെ വേണം. അല്ല സ്വാമി സ്വീറ്റ്സ് കഴിക്കൂലെന്ന് അറിയില്ലല്ലോ അമ്മേ. അദ്ദേഹം കഴിച്ചില്ലെങ്കിലും മുമ്പിൽ വെക്കേണ്ടത് നമ്മുടെ കടമയാണ്. സ്വാമിജിക്ക് കുളിച്ച് ശുദ്ധിയായിട്ട് വേണം നിവേദ്യമൊക്കെ അർപ്പിക്കാൻ. ഭാസ്കർ, നീ വാതിലില് മാവിലത്തോറനൊക്കെ കെട്ട്. കൂടാതെ ഒരു പുതിയ മണിയും കൂടി വാങ്ങിച്ചോ. സ്വാമിജിക്ക് ഇരിക്കാനായിട്ട് ഒരു നല്ല പീഠം കൂടി വെച്ചോളൂ. എനിക്ക് കണക്ക് നോക്കണ്ടമ്മേ. ഇന്നൊരു ദിവസത്തേക്ക് ജോലിയൊക്കെ മാറ്റിവെക്ക്. പറഞ്ഞത് ചെയ്യ്. ശരി അമ്മേ. ഇനി എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും വിട്ടുപോയോ? എനിക്ക് ജോലി തരാൻ മറന്നുപോയോ ജയന്തി? നിങ്ങളിപ്പോ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ പുറത്തു നിന്നിട്ട് സ്വാമിജി വന്നാലുടൻ അദ്ദേഹത്തെ ബഹുമാനത്തോടു കൂടി അകത്തേക്ക് കൊണ്ടുവന്നാ മതി. അതിന്റെ കൂടെ കാർത്തികയും വസന്തരയും കൂടി വരാൻ പറഞ്ഞാൽ അവർക്കും സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കാമല്ലോ. വീട്ടിലുള്ള അനിയത്തിക്ക് അനുഗ്രഹം വാങ്ങിച്ചു തരത്തില്ല, ഒരു കാര്യം ചെയ്തു തരത്തില്ല. ഇനിയും വീട്ടിൽ വന്നിട്ടില്ലാത്ത മരുമക്കൾക്ക് അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കുക. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ. കല്യാണം കഴിയുന്നതുവരെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയല്ല ജയന്തി. ഇങ്ങോട്ട് നോക്ക്. ഇനി അതേപ്പറ്റി ഒന്നും സംസാരിക്കണ്ട. ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ ഒന്ന് സൈലന്റ് ആയിരിക്കും. പറയുന്നത് കേൾക്ക്. നമ്മുടെ സംസ്കാരവും ആചാരവും ഒന്നും തെറ്റിക്കരുത്. ശരി, നീ എന്തു പറയുന്നു അങ്ങനെ തന്നെ. വേഗമാവട്ടെ, എല്ലാവരും പോയി ജോലി തീർക്ക്. ശരി അമ്മേ. ഏട്ടത്തി, എന്താ ഇവിടെ തന്നെ നിക്കുന്നേ? പോയി ഭാവനെ ഹെൽപ്പ് ചെയ്യേ. വേഗമാവട്ടെ. ശരി. സ്കൂളിൽ പോ, സമയമായി, പെട്ടെന്ന് വാ. ഒന്ന് നിക്കുണ്ണി, ഞാൻ പൂജ ചെയ്തോണ്ടിരിക്കുക. വരാന്ന് പറഞ്ഞില്ലേ? അപ്പൂപ്പ, അമ്മൂമ്മേ, പെട്ടെന്ന് വാ. അമ്മയുടെ ഡ്രസ്സിൽ തീ പിടിച്ചു. അമ്മൂമ്മേ, അപ്പൂപ്പ, പെട്ടെന്ന് വാ. അയ്യോ, അമ്മേ, അപ്പൂപ്പ, പെട്ടെന്ന് വാ. അമ്മൂമ്മേ. അയ്യോ അയ്യോ, മോളെ വസു. അയ്യോ അമ്മയ്ക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ അമ്മ?
എനിക്കൊന്നും പറ്റിയില്ല മോനെ. ഇതിട്ടുള്ളൂ വസു. അയ്യോ ഭഗവാനെ, വലിയൊരു ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഇങ്ങനെ ശ്രദ്ധയില്ലാതാ എങ്ങനെയാ മോളെ? ശ്രദ്ധയോടെ ചെയ്യണ്ടേ മോളെ ഇതൊക്കെ. അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഇപ്പൊ ഒന്നും പറ്റിയില്ലല്ലോ അച്ഛാ. എന്ത് നടന്നില്ലെന്ന് അമ്മ പറയുന്നേ? അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? സൂക്ഷിച്ചൂടെ ഒന്ന്? എന്താ ഇങ്ങനെ അമ്മ ശ്രദ്ധിക്കാത്തെ? അന്ന് ഞാൻ വീട്ടിലോട്ട് ലേറ്റ് ആയിട്ട് വന്നപ്പോ അമ്മ എത്ര പേടിച്ചായിരുന്നു. അതേപോലെ അച്ഛന്റെ വീട്ടിൽ പോകുന്നെന്ന് അറിഞ്ഞപ്പോ എന്റെ പുറകെ വന്നില്ലേ അമ്മ? എന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കുന്ന അമ്മ എന്താ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കണമെന്നാണോ? അമ്മയെ പറ്റി ഓർത്ത് എനിക്ക് പേടിയാവില്ലേ? അല്ല, ഇങ്ങനെയുള്ള പണികളൊക്കെ അമ്മയോട് ആരാ ചെയ്യാൻ പറഞ്ഞത്? പൂജ ചെയ്തില്ലെന്ന് പറഞ്ഞ് ദൈവം അമ്മ വഴക്കൊന്നും പറയില്ലല്ലോ. അമ്മമ്മ, ഇനി എന്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്യാൻ പറയരുത്. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. അപ്പൂപ്പന്റെ അടുത്തും കൂടെ പറയുന്നേ, എന്റെ അമ്മ എപ്പോഴും സേഫ് ആയിട്ടിരിക്കണം. അമ്മയ്ക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ അമ്മയെ നോക്കണ്ടേ? ഉണ്ണി, ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്റെ അമ്മയ്ക്ക് ഒന്നും പറ്റില്ല. ഞാൻ പെട്ടെന്ന് വളർന്ന് വലുതായി നല്ലോണം പഠിച്ച് അമ്മയെ പൊന്നുപോലെ ഞാൻ എന്തായാലും നോക്കും. അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഞാൻ വരുത്തില്ല. താങ്ക് യു ഉണ്ണി, താങ്ക് യു സോ മച്ച്. അമ്മ എന്തിനാ അമ്മയുടെ മോനോട് ഇങ്ങനെ താങ്ക്സ് പറയുന്നത്? സാധാ മക്കളല്ലേ അമ്മയോട് താങ്ക്സ് പറയേണ്ടത്. എന്താ അങ്ങനെയല്ലേ? ഓക്കെ. അമ്മമ്മയോട് അപ്പൂപ്പനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി മുതൽ അമ്മ ഇവിടെ ഒരു പണിയും ചെയ്യണ്ട. ഓക്കെ അല്ലേ? അപ്പൂപ്പ, ഇനി മുതലുണ്ടല്ലോ അപ്പൂപ്പൻ തന്നെ എന്നെ സ്കൂളിലോട്ട് കൊണ്ടുപോയാൽ മതി. വാ, നമുക്ക് പോവാം. വേണ്ട ഉണ്ണി, ഞാൻ തന്നെ നിന്നെ കൊണ്ടുവിട്ടോളാം. അത് വേണ്ട മോളെ. അവൻ ഓർഡർ തന്ന സ്ഥിതിക്ക് ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടാക്കാം. വാ ഉണ്ണി. ബൈ അമ്മ. ടേക്ക് കെയർ. അമ്മമ്മേ, അമ്മ നല്ലോണം നോക്കിക്കോളാൻ മറക്കല്ലേ. ശ്രദ്ധിച്ചില്ലെങ്കിൽ നീ എന്നെ വെറുതെ വിടില്ലല്ലോ. വാ അപ്പൂപ്പ. കണ്ടില്ലേ വസു, മോന് നിന്നോട് എത്ര സ്നേഹമുണ്ടെന്ന്. ഉണ്ണിക്കും നിന്നോട് സ്നേഹമില്ലെന്ന് പറഞ്ഞ് അന്ന് നീ എത്ര വിഷമിച്ചതാ. കുട്ടികൾക്ക് അമ്മ തന്നെയല്ല, അമ്മ കഴിഞ്ഞേ ഉള്ളൂ അച്ഛനും മറ്റുള്ളവരും. മനസ്സിലായോ? അതെ അമ്മ, ഞാനാ ഉണ്ണിയെ വെറുതെ തെറ്റിദ്ധരിച്ചത്. അവന് എന്നെ ഒരുപാട് ഇഷ്ടമാ. ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ? പേടിയൊക്കെ പോയല്ലോ. മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയാ ദൈവം ഓരോ സങ്കടങ്ങൾ തരുന്നതെന്ന് എല്ലാരും വിചാരിക്കുന്നെ. പക്ഷെ ഇന്ന് എനിക്ക് സംഭവിച്ച അപകടം ഒരുപാട് സന്തോഷത്തെയാ തന്നത്. താങ്ക് യു ദൈവമേ. എന്റെ മകൻ എങ്ങനെയുള്ളവനാണെന്ന് എനിക്കിന്ന് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. വെള്ളിയാഴ്ച തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ഭഗവാനെ. എന്തെങ്കിലും അപശകുനാണോ? വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ചെങ്ങാനും ഈ അഗ്നിയിലൂടെ സൂചന തരികയാണോ? എന്റെ മോൾക്കൊരു ആപത്തും വരാതെ നോക്കണേ. അവൾക്ക് ഒരപകടവും വരുത്തല്ലേ.
ഇതെന്താ വീടൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്? അഭി, നീ ഇതെങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഇന്ന് ഓഫീസും വേണ്ട, ഒന്നും വേണ്ട, വീട്ടിലിരുന്നാ മതി. അതെന്താ അമ്മേ? ഇന്നിവിടെ GR സ്വാമികൾ വരുന്നുണ്ട്. നമ്മളെല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് ആശീർവാദം വാങ്ങണം. വർക്ക് ഒരുപാട് പെൻഡിംഗ് ഉണ്ടമ്മേ. തടസ്സം പറയല്ലേ അഭി. ഇന്ന് ഞാൻ പറയുന്നത് കേൾക്ക്. വേണമെങ്കിൽ സ്വാമിജി വന്നതിന് ശേഷം ഓഫീസിലേക്ക് പോ. അതെ, സ്വാമിജി വന്നു തോന്നുന്നു. അതെ ഏട്ടാ, ഒന്ന് വേഗം വാ. നീ വാ അഭി. അമ്മതൻ നെഞ്ചിന്നെരുപ്പോടിൽ നിന്നും പന്തം കൊളുത്തിപ്പിറന്നവനാണു ഞാൻ. ഘനതിമിര പാളികൾ കീറിപ്പിളർന്നുകൊണ്ടൊരു താളവട്ടം പിടിക്കുവാൻ വന്നു ഞാൻ. സിരകളിൽ പ്രളയവും മിഴികളിൽ ഗ്രീഷ്മവും നടകളിൽ തീമഴയുമേൽക്കുവിൻ കൂട്ടരേ. അകനാക്കിലഗ്നിയുടെ വാക്കിൻ വസന്തം പൊരുതുന്ന മർത്യന്റെ പൊരുളായുയർത്തുവിൻ. നക്ഷത്രകോടികൾ, നാഴികക്കല്ലുകൾ, സൂര്യനും ചന്ദ്രനും കാവൽ തിടമ്പുകൾ, കൈവിലങ്ങാദ്യം തെറിക്കട്ടെ മായാത്ത മോചന സ്വപ്നം കുറിക്കട്ടെ മർത്യൻ. ഉന്മാദ നൃത്തം തുടങ്ങട്ടെ ദിക്കുകൾ, മനുജന്റെ നെഞ്ചിൽ മുഴങ്ങട്ടെ ദുന്ദുഭി. സ്വാമി എന്തിനാ അഭിയെ ഇങ്ങനെ നോക്കുന്നത്? ആ നോക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമസ്കാരം സ്വാമിജി. വന്നട്ടെ സ്വാമികളെ. ഭാവനെ, വെള്ളം കൊണ്ടുവാ. ശരി അമ്മേ.